ട്രിഗണോമെട്രിയുടെ ഇൻട്രൊഡക്ഷൻ പോർഷനും അതിലെ ഫസ്റ്റ് എക്സർസൈസ് 8.1 എക്സർസൈസും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ചാപ്റ്ററിന്റെ സെക്കൻഡ് പോർഷനിലേക്കാണ് കിടക്കുന്നത്. സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് സം സ്പെസിഫിക് ആംഗിൾസ്, അതായത് 0, 30, 45, 60, 90 എന്ന് പറയുന്ന ഈ ആംഗിൾസിൽ ട്രിഗണോമെട്രിക് റേഷ്യോസ് സൈനിന്റെയും കോസിന്റെയും ടാനിന്റെയും കൊസീക്കിന്റെയും സീക്കിന്റെയും കോട്ടിന്റെയും വാല്യൂസ് ആണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. ഇനി ഈ വാല്യൂസ് എല്ലാം നിങ്ങൾ കാണാതെ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പോർഷനിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം എങ്ങനെയാണ് പഠിക്കുന്നതെന്നുള്ളത് നോക്കിയിരിക്കുക. അതുപോലെ തന്നെ ഇതിന്റെ എളുപ്പമുള്ള മാർഗം ട്രിക്കും ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട് ഇത്രയാണ് വേണ്ടത്. അതിൻ്റെ എല്ലാ ആംഗിൾസ് 0 ഡിഗ്രിയിൽ വേണം. 30, 45, 60, 90 ഇതിലെല്ലാം വേണം. അപ്പോൾ നോക്കിയോളൂ. 0, 1/2, 1/√2, √3/2, 1. ഇനി കോസിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇതേ ഓർഡറിൽ തന്നെ എഴുതിയാൽ മതി. 0, 1/2, 1/√2, √3/2, 1. സൈൻ്റെ കോസിൻ്റെ വാല്യൂസ് ആയാലോ 0, 1/2, 1/√2, √3/2, 1. അതേ ഓർഡർ തന്നെ 0, 1/2, 1/√2, √3/2, 1. ഇവിടുന്ന് ഇങ്ങോട്ടാണ്. ഇനി ടാനിൻ്റെത് 0, 1/√3, 1, √3 നോട്ട് ഡിഫൈൻഡ്. അതായത് ടാൻ 0, 0, ടാൻ 30, 1/√3, ടാൻ 45, 1, ടാൻ 60, √3, ടാൻ 90 നോട്ട് ഡിഫൈൻഡ്. ഇനി ഈ വാല്യൂസ് എല്ലാം തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് കൊസീക്കും സീക്കും കൂട്ടും കിട്ടും. കാരണം നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ട് സൈനിന്റെ റെസിപ്രോക്കലാണ് കൊസീക്ക്, കോസിന്റെ റെസിപ്രോക്കലാണ് സീക്ക്, ടാനിന്റെ റെസിപ്രോക്കലാണ് കോട്ട്. ഇനി എഴുതാൻ പറ്റുമല്ലോ. ഇവിടെ 0 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിന്റെ ഇൻവേഴ്സ് അല്ലെങ്കിൽ ഇതിന്റെ റെസിപ്രോക്കൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ എല്ലാം വാല്യൂസ് കിട്ടും. ആദ്യം സൈൻ 0, 0യുടെ റെസിപ്രോക്കൽ 1/0, 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കൊസീക്ക് എന്താണ്? കൊസീക്ക് 0 നോട്ട് ഡിഫൈൻഡ്. അടുത്ത ഇവിടെ 1/2 ആണ് റെസിപ്രോക്കൽ എടുക്കുക. 2/1 അതാരാണ്? 2. ഇവിടെ റെസിപ്രോക്കൽ എടുത്തേ √2/1 അത് തന്നെയാണ് √2. റെസിപ്രോക്കൽ എടുക്കൂ 2/√3. 1ന്റെ റെസിപ്രോക്കല് 1/1 അത് തന്നെയാണ് 1. അടുത്ത സീക്കാണ്. ഇവിടെ റെസിപ്രോക്കൽ എടുത്താൽ മതി. 1ന്റെ റെസിപ്രോക്കൽ 1 തന്നെ √3/2 അപ്പോൾ ആരാവും? 2/√3. ഇവിടെ 1/√2 റെസിപ്രോക്കൽ √2/1 അല്ലെങ്കിൽ √2. അടുത്തത് ഇവിടെ 1/2 അപ്പോൾ തിരിച്ച് 2/1 അല്ലെങ്കിൽ 2. ഇവിടെ 0 അപ്പോൾ 1/0 ഉണ്ടോ? ഇല്ല, 1/0 പറ്റില്ല. അപ്പോൾ എന്താണ്? നോട്ട് ഡിഫൈൻഡ്. ഇനി താഴെ ടാനിന്റെ റെസിപ്രോക്കൽ 0, 1/0 എന്താണ്? നോട്ട് ഡിഫൈൻഡ്. അടുത്ത 1/√3 തിരിച്ചിടുമ്പോൾ √3/1 അല്ലെങ്കിൽ √3. ഇവിടെ 1/1 1. ഇവിടെ ആരാവും? 1/√3. ഇനി ഈ വാല്യൂസ് പഠിക്കാനുള്ള എളുപ്പവഴിയാണ് പറയുന്നത്. ഇത് വെച്ച് നമുക്ക് ഈ വാല്യൂസ് എല്ലാം പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് ഓർത്ത് വെച്ചിരുന്നാൽ സിമ്പിളായിട്ട് നമുക്ക് ഏത് വാല്യൂ ചോദിച്ചാലും അപ്പോൾ നമുക്ക് എഴുതി നോക്കിയിട്ട് പറയാൻ പറ്റും. അതിങ്ങനെയാണ്. ഒരു ട്രയാങ്കിൾ നോക്കിക്കോണേ. ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിളാണ്. ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് ഇങ്ങനെയാണ്. 30 ഡിഗ്രി, ഇത് 60 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. അപ്പോൾ 30, 60, 90. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ ഇങ്ങനെയായിരിക്കും. 30യുടെ ഓപ്പോസിറ്റ് 1, 60യുടെ ഓപ്പോസിറ്റ് √3, 90യുടെ ഓപ്പോസിറ്റ് 2. ഇങ്ങനെ ഓർത്ത് വെച്ചേക്കുക. അതായത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിലെ ആംഗിൾസ് 30, 60, 90 ആണ്. അങ്ങനെയുള്ള 30, 60, 90 ഉള്ള ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ റേഷ്യോ 1:√3:2. അതായത് 30ക്ക് നമ്മൾ പറയുന്ന അതേ ഓർഡറിൽ 30, 60, 90. 30യുടെ ഓപ്പോസിറ്റിൽ 1,
60യുടെ ഓപ്പോസിറ്റ് √3, 90യുടെ ഓപ്പോസിറ്റ് 2. ഇത് ഓർത്ത് വെച്ചിരുന്നാൽ നമുക്ക് ഇതുള്ള ഏത് ആംഗിൾസിൻ്റെയും നമുക്ക് എഴുതാൻ പറ്റും. നോക്കാം. ആദ്യം സൈൻ 30, 30 ഡിഗ്രി ഉണ്ട്. നമുക്കറിയാം സൈൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. 30 ആണ് നമ്മൾ എടുക്കുന്നത്. സൈൻ 30 ഓപ്പോസിറ്റ് സൈഡ് 1 ബൈ ഹൈപ്പോട്ടന്യൂസ് 2. സൈൻ 30 1/2. സൈൻ 30 നമുക്ക് കിട്ടി 1/2. ഇവിടെ നിന്ന് നമുക്ക് കോസ് കണ്ടുപിടിക്കാം. കോസ് 30. കോസ് എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 30. അഡ്ജസൻറ്റ് സൈഡ് √3, അതുപോലെ ഹൈപ്പോട്ടന്യൂസ് 2. അപ്പോൾ കോസ് 30 √3/2. കോസ് 30 √3/2. കോസ് 30 ആയി. ഇനി ഇവിടെ തന്നെ ടാൻ 30 കണ്ടുപിടിക്കാം. ടാൻ 30. ടാൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ടാൻ 30 ഓപ്പോസിറ്റ് സൈഡ് 1, അഡ്ജസൻറ്റ് സൈഡ് √3. അപ്പോൾ 1/√3. ടാൻ 30 1/√3. 30 വരെ നമ്മൾ എഴുതി കഴിഞ്ഞു. സൈനും കോസും ടാനിന്റെ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് തിരിച്ച് സീക്ക് കോട്ട് എഴുതാം. റെസിപ്രോക്കൽ എടുത്താൽ മതി. സിമ്പിളായിട്ട് സൈൻ 1/2 ആകുമ്പോൾ ഇവിടെ 2/1 2 √3/2. റെസിപ്രോക്കൽ ആകുമ്പോൾ 2/√3. അടുത്ത ടാൻ 1/√3 ആകുമ്പോൾ തിരിച്ച് √3/1 അല്ലെങ്കിൽ √3. നമ്മൾ 30യിലെ എല്ലാ വാല്യൂസും നമ്മൾ സിമ്പിളായിട്ട് ഈ ഒരു ട്രയാങ്കിൾ വെച്ച് എഴുതി അല്ലേ. ഇനി നമുക്ക് 30 കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ 60 എടുക്കാം. 60യിലെ എല്ലാ വാല്യൂസും നമുക്ക് എഴുതാം. 60 എവിടെയുണ്ട്? 60 ആകുമ്പോൾ ഇത് ഓപ്പോസിറ്റ് സൈഡാണ്, ഇത് ഹൈപ്പോട്ടന്യൂസ്, ഇത് അഡ്ജസൻറ്റ് സൈഡ് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സൈൻ എഴുതാം. സൈൻ 60 സൈൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് √3/2. സൈൻ 60 √3/2. അടുത്തത് കോസ് 60. കോസ് അഡ്ജസൻറ്റ് സൈഡ് അല്ലേ. അഡ്ജസൻറ്റ് സൈഡ് 1, ഹൈപ്പോട്ടന്യൂസ് 2. 1/2. അടുത്ത ടാൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് √3, അഡ്ജസൻറ്റ് സൈഡ് 1. √3/1 എന്ന് പറഞ്ഞാൽ √3. അപ്പോൾ സൈനും കോസും ടാനും എഴുതി. നമുക്ക് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള 3 സിമ്പിളായിട്ട് കിട്ടും. √3/2 ആരായി? ഇവിടെ 2/√3. 1/2 റെസിപ്രോക്കൽ 2/1 അല്ലെങ്കിൽ 2. √3 1/√3. അപ്പോൾ 30യിലും 60യിലും ഉള്ള എല്ലാ വാല്യൂസും നമുക്ക് കിട്ടി. ഇനി നമുക്ക് 0 കാണണം, 45 കാണണം, 90 കാണണം. അതിനായിട്ട് മറ്റൊരു ട്രയാങ്കിളോട് ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ ആ ട്രയാങ്കിൾ ഇങ്ങനെയാണ്. ഇതും ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ തന്നെ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇത് 90 ഡിഗ്രി, ഇത് 45 ഡിഗ്രി, ഈ ആംഗിളും 45 ഡിഗ്രി. ഇനി ഈ ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ ഇങ്ങനെയാണ്. 1:1:√2. നമുക്കിതറിയാം. ഇത് സിമ്പിളാണ്. കാരണം 2 ആംഗിൾസ് ഈക്വൽ ആണ്. 2 ആംഗിൾസ് ഈക്വൽ ആകുന്ന ട്രയാങ്കിൾ നമ്മൾ എന്ത് വിളിക്കും? ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ അതിൻ്റെ 2 സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഈ സൈഡും ഈ സൈഡും. 45ന്റെ ഓപ്പോസിറ്റ്, ഈ 45ന്റെ ഓപ്പോസിറ്റ് ഈക്വൽ. 1 ഇത് √2. 1:1:√2. 45ന്റെ ഓപ്പോസിറ്റുകൾ 1 തന്നെയാണ്. 90യുടെ ഓപ്പോസിറ്റ് √2. 1:1:√2. അപ്പോൾ ഇതിൽ വെച്ചുകൊണ്ട് നമുക്ക് 45ന്റെ വാല്യൂ കാണാം. ആദ്യം സൈൻ കാണാം. സൈൻ 45. ഈ ആംഗിൾ എടുക്കാം അല്ലെങ്കിൽ ഈ ആംഗിൾ എടുക്കാം. രണ്ടും 45 ആണ്. ഏതെടുത്താലും മതി. ഇതെടുക്കാനും മതി. സൈൻ 45 ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 1/√2. സൈൻ 45 1/√2. 1/√2. അടുത്ത കോസ് 45 അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസൻറ്റ് സൈഡ് 1, ഹൈപ്പോട്ടന്യൂസ് √2. വീണ്ടും 1/√2 കിട്ടി. കോസ് 45ഉം 1/√2. അടുത്തത് എന്താണ്? ടാൻ 45. ടാൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 1/1. 1/1 അപ്പോൾ ടാൻ 45 നമുക്ക് കിട്ടി. സൈനും കോസും ടാനും കിട്ടിയാൽ ബാക്കി റെസിപ്രോക്കൽ 1/√2. റെസിപ്രോക്കൽ √2/1 അല്ലെങ്കിൽ √2. അടുത്ത വീണ്ടും 1/√2 റെസിപ്രോക്കൽ √2/1 അല്ലെങ്കിൽ √2. 1ന്റെ റെസിപ്രോക്കൽ അഗെയിൻ 1 തന്നെയാണ്. അപ്പോൾ 30 കിട്ടി, 45 കിട്ടി, 60 കിട്ടി. എല്ലാത്തിൻ്റെയും വാല്യൂസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് 0യും 90യും മാത്രം എഴുതിയാൽ മതി. അപ്പോൾ അത് എഴുതാനായിട്ട് നമ്മൾ വേറെ ട്രയാങ്കിൾ ഒന്നും വരയ്ക്കേണ്ട. നമ്മുടെ രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്. അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇവിടെ 0 1 അതിനെ തിരിച്ചിടുക. ഇവിടെ നിങ്ങോട്ട് 0 1.
ഇനി ടാൻ നമുക്കറിയാലോ, സൈൻ തീറ്റ, സൈൻ ബൈ കോസ് ആണ് ടാൻ. അപ്പോൾ 0/1, 0/1 0 തന്നെയാണ്. അപ്പോൾ ടാൻ ടി. ഇവിടെ 1/0, 1/0 0 ഡിവിഷൻ പറ്റൂല. അപ്പോൾ നോട്ട് ഡിഫൈൻ. ഇനി ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. 0യുടെ റെസിപ്രോക്കൽ ഇല്ല, പറ്റില്ല, നോട്ട് ഡിഫൈൻഡ്. 1ന്റെ റെസിപ്രോക്കൽ 1, 0യുടെ റെസിപ്രോക്കൽ വീണ്ടും നോട്ട് ഡിഫൈൻഡ്. ഇവിടെയും 1ന്റെ റെസിപ്രോക്കൽ 1, 0ക്ക് റെസിപ്രോക്കൽ ഇല്ല, നോട്ട് ഡിഫൈൻഡ്. അടുത്ത ഈ കോഡ് 90ൽ ഒരു പ്രത്യേകത ഉണ്ട്. നമുക്ക് ഇവിടെ ടാൻ്റെ റെസിപ്രോക്കൽ തന്നെയാണ്, ടാൻ ഇവിടെ നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഓർമ്മിച്ചാൽ മതി, സൈൻ ബൈ കോസ് ആണ് ടാൻ. അപ്പോൾ 1/0, അതുകൊണ്ടാണ് ഇവിടെ നോട്ട് ഡിഫൈൻഡ് വന്നത്. ഇനി നമുക്കറിയാം കോസ് ബൈ സൈൻ ആണ് കോട്ട്, കോസ് ബൈ സൈൻ ആണ് കോട്ട്. കോസ് 0, സൈൻ 1, അപ്പോൾ 0/1, 0/1 0. അപ്പോൾ കോഡ് 90 0. അത് ക്ലിയർ ആയിട്ട് പറയാം. നമുക്കറിയാം കോട്ട് എന്ന് പറയുന്നത് എന്താണ്, കോസ് ബൈ സൈൻ ആണ്. കോസ് 90 0, സൈൻ 91 0/1. അപ്പോൾ അതുകൊണ്ടാണ് കോട്ട് 90 എന്തായത് 0 ആയത്. അപ്പോൾ ഇവിടെ റെസിപ്രോക്കൽ എഴുതുമ്പോൾ കൺഫ്യൂഷൻ വരുന്നത് ഇത് മാത്രമേ ഉള്ളൂ, നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഇവിടെ വീണ്ടും നോട്ട് ഡിഫൈൻഡ് എഴുതി വെക്കരുത്, ഇത് 0/1 0. അപ്പോൾ ഇനി നമ്മൾ ഇത്രയും നേരം പഠിച്ചു വെച്ചുള്ള എക്സർസൈസസ് ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം എക്സർസൈസ് 8.2ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഇവാലുവേറ്റ് സൈൻ 60 ഇൻറ്റു കോസ് 30 പ്ലസ് സൈൻ 30 ഇൻറ്റു കോസ് 60. ഒന്നുമില്ല, നമുക്ക് ഈ വാല്യൂസ് എല്ലാം കാണാതെ അറിയാമെങ്കിൽ മാത്രമേ ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പറ്റൂ. വാല്യൂസ് അറിയാമെങ്കിൽ വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് വാല്യൂസ് എല്ലാം അറിയാം. സൈൻ 60 √3/2. അപ്പോൾ സൈൻ 60ക്ക് ഞാൻ √3/2 കൊടുത്തു, ഇൻറ്റു അടുത്ത കോസ് 30 അഗെയിൻ √3/2 ഇൻറ്റു √3/2 പ്ലസ് സൈൻ 30 1/2 പ്ലസ് സൈൻ 30 1/2 ഇൻറ്റു കോസ് 60 1/2 ഇൻറ്റു 1/2. That is equal to √3 into √3 3 by 2 into 2 4 plus 1 into 1 1 by 2 into 2 4. ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്റർ മാത്രം ആഡ് ചെയ്യുക. 4 3 plus 1 4 4/4 ആൻസർ 1. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് 2 tan square 45 plus cos square 30 minus sin square 60. അഗെയിൻ ഈ വാല്യൂസ് എല്ലാം നമുക്ക് അറിയാമെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇനി എന്താ ഉള്ളത് tan square 45, അതായത് tan 45 എത്രയാണോ അതിന്റെ സ്ക്വയർ എടുക്കുക. tan 45 1, അപ്പോൾ tan square 45 1 സ്ക്വയർ പ്ലസ് ഇനി cos square 30, അതായത് cos 30 എത്രയാണോ അതിന്റെ സ്ക്വയർ. cos 30 √3/2, അപ്പോൾ cos square 30 √3/2ന്റെ സ്ക്വയർ പ്ലസ് √3/2ന്റെ സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ 60, അതായത് സൈൻ 60 എത്രയാണോ അതിന്റെ സ്ക്വയർ. സൈൻ 60 √3/2 അതിന്റെ സ്ക്വയർ മൈനസ് √3/2 ദ ഹോൾ സ്ക്വയർ. 1 സ്ക്വയർ 1, 1 into 2 2 പ്ലസ് √3യുടെ സ്ക്വയർ 3 by 2 ന്റെ സ്ക്വയർ 4 മൈനസ് √3യുടെ സ്ക്വയർ 3 by 2 ന്റെ സ്ക്വയർ 4 പ്ലസ് 3/4 മൈനസ് 3/4 ക്യാൻസൽ, അല്ലെങ്കിൽ 3/4 മൈനസ് 3/4 0. ബാക്കി ആര് മാത്രമേ ഉള്ളൂ 2. ആൻസർ 2. നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിലെ 5th ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്തു, ഇനി 5th ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. അതിനിടയ്ക്കുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് ഇത് നേരത്തെ ചെയ്ത പോലെ സിമ്പിളാണ്, നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ 5th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതിലും ഈ വാല്യൂസ് എല്ലാം അറിയാമെങ്കിൽ സിമ്പിളായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. 5 cos square 60, അപ്പോൾ 5 ഇൻറ്റു cos square 60, cos 60യുടെ സ്ക്വയർ, cos 60 1/2, അപ്പോൾ 1/2ന്റെ സ്ക്വയർ ഇൻറ്റു 1/2ന്റെ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു sec square 30, sec 30യുടെ സ്ക്വയർ, sec 30 2/√3, അപ്പോൾ sec square 30 2/√3 the whole square into 2/√3 the whole square minus tan square 45, tan 45 1, അപ്പോൾ tan square 45
1 square minus 1 square by sin square 30. Sin 30 സ്ക്വയർ. ഇപ്പോൾ 1/2 സ്ക്വയർ. അപ്പോൾ എന്താണ് 1/2 സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 30. കോസ് 30 എന്ന് പറയുമ്പോൾ √3/2 അതിൻ്റെ സ്ക്വയർ √3/2 ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 1/2 സ്ക്വയർ 1/4 പ്ലസ് 4 ഇൻറ്റു 2 സ്ക്വയർ 4 ബൈ √3 സ്ക്വയർ 3. 4 ഇൻറ്റു 4/3 മൈനസ് 1 സ്ക്വയർ 1 ഡിവൈഡഡ് ബൈ 1/2 സ്ക്വയർ 1/4 പ്ലസ് √3/2 സ്ക്വയർ 3/4. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 1/4 ആരാണ് 5/4 പ്ലസ് 4 ഇൻറ്റു 4 16. 16/3 പിന്നെ ആരാളുള്ളത് മൈനസ് 1 ഡിവൈഡഡ് ബൈ 1/4 പ്ലസ് 3/4. ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്റർ മാത്രം ആഡ് ചെയ്യുക. 3 പ്ലസ് 1 4. 4/4 1. അപ്പോൾ ഡിനോമിനേറ്റർ 1 ആയിപ്പോയി അല്ലേ. ഇനി ഇവിടെ ഡിനോമിനേറ്റർ 1 ആയതുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല, കാരണം ഏത് നമ്പർ ബൈ 1ഉം അത് തന്നെയാണ്, ആ നമ്പർ തന്നെയാണ്. അപ്പോൾ ബൈ 1 ഇനി എഴുതേണ്ട ആവശ്യമില്ല, ഇവിടുത്തെ ന്യൂമറേറ്റർ മാത്രം മതി. അപ്പോൾ എന്തായി 5/4 പ്ലസ് 16/3 മൈനസ് 1. 1നെ നമുക്ക് 1/1 എന്ന് തുടങ്ങി എഴുതാം അല്ലേ. ഇനി ഇതിനെ LCM എടുത്ത് ചെയ്താൽ മാത്രം മതി. നോക്കി ഇവിടെ 4 3 1 LCM എത്രയാണ് 4 3 1 LCM 12 ആണ്. നമുക്കറിയാലോ ചെയ്ത് നോക്കാൻ. 4നും 3നും വേറെ കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് 4 × 3 12 ആണ് നമ്മുടെ LCM. അപ്പോൾ ഡിനോമിനേറ്റർ എല്ലാം അങ്ങ് 12 ആക്കിയാൽ മതി. അതിന് 4നെ 12 ആക്കാൻ ഇവിടുത്തെ ഡിനോമിനേറ്റർ 4 ആണ്. 12 ആക്കാൻ മുകളിലും താഴെയും ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 5/4 മുകളിലും താഴെയും ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. പ്ലസ് 16/3. 3യെ 12 ആക്കാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മുകളിലും താഴെയും ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മൈനസ് 1/1 ആണ് ഡിനോമിനേറ്റർ 1നെ 12 ആക്കാൻ 12 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. 12/12 ബൈ ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 3 15. 15/12 പ്ലസ് 16 × 4 എത്രയാണ് 64. 64/3 × 4 12 മൈനസ് 1 × 12 12. 12/12. അപ്പോൾ എളുപ്പമായി. ഡിനോമിനേറ്റർ എല്ലാം സെയിം ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ 12, ന്യൂമറേറ്റർ മാത്രം സബ്ട്രാക്ട് ചെയ്യുക. 15 പ്ലസ് 64 മൈനസ് 12. 64 പ്ലസ് 15 79 മൈനസ് 12. 9 minus 2 7. 7 minus 1 6. ആൻസർ 67/12. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 67/12 എന്ന് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ 2 tan 30 ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർ 30. ഇതിലും പ്രത്യേകിച്ചൊന്നുമില്ല. tan 30 വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു, ഇനി വേണ്ടത് tan 30 ആണ്. നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ടാവണം ഈ സമയം കൊണ്ട്. tan 30 വാല്യൂ എത്രയാണ് 1/√3 അല്ലേ. അപ്പോൾ tan 30യുടെ വാല്യൂ നമ്മളവിടെ കൊടുത്തു 2 ഇൻറ്റു 1/√3 ഡിവൈഡഡ് ബൈ 1 പ്ലസ്, ഇനി എന്താ ഉള്ളത് tan സ്ക്വയർ 30. അതായത് tan 30 എന്തായിരുന്നോ അതിന്റെ സ്ക്വയർ. അപ്പോൾ tan 30 1/√3 ആണ്, അതിന്റെ സ്ക്വയർ ആരാണ് 1/√3യുടെ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1/√3 ആരാണ് 2/√3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1ന്റെ സ്ക്വയർ 1 ബൈ √3യുടെ സ്ക്വയർ 3. അപ്പോൾ ഇങ്ങനെ കിട്ടിയല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/√3 അതുപോലെ തന്നെ എഴുതുക. ഡിവൈഡഡ് ബൈ താഴെ മാത്രം LCM എടുക്കുക. LCM എടുക്കാം. 1 × 3 3 പ്ലസ് 1 × 1 1 ബൈ 1 × 3 3 3 പ്ലസ് 1 4 4/3 ഡിവൈഡഡ് ബൈ 4/3. ഒരു ഫ്രാക്ഷൻ ഡിവൈഡഡ് ബൈ മറ്റൊരു ഫ്രാക്ഷൻ. താഴെയുള്ള ഫ്രാക്ഷന്റെ റെസിപ്രോക്കലും ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2/√3 ഇൻറ്റു ഇതിന്റെ റെസിപ്രോക്കൽ 3/4 ഇൻറ്റു 3/4. മൾട്ടിപ്ലൈ ചെയ്യാം, അവിടെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ 1 × 2 2 2 × 2 ആണ് 4 അല്ലേ. അപ്പോൾ ആൻസർ 1 × 3 3
3/√3 എന്ന് കിട്ടും. ഇനി റാഷണലൈസിങ് ദ ഡിനോമിനേറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. താഴെയുള്ളത് √3 ആണെങ്കിൽ നമുക്ക് ഒരു മുകളിലും താഴെയും ഒരു √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇൻറ്റു √3/√3. അപ്പോൾ 3 × √3 3√3/√3 × √3 3. അപ്പോൾ 3യും 3യും ക്യാൻസൽ ആയി പോയി. ബാക്കി ആൻസർ √3 എന്ന് നമുക്ക് കിട്ടും.